മെന്ററിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ജസിൽ. ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഈ മാസം നിങ്ങൾക്ക് ഇപ്പോൾ വാങ്ങാൻ പറ്റിയ 20,000 രൂപയിൽ താഴെയുള്ള ഏറ്റവും മികച്ച ഒരു 4-5 മൊബൈൽ ഫോണുകൾ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സോ സമയമൊന്നും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് വീഡിയോയിൽ സ്റ്റാർട്ട് ചെയ്യാം. സോ നിങ്ങൾക്ക് ഒന്നാമത് നമ്മൾ പറഞ്ഞിരുന്ന ഓപ്ഷനാണ് CMF Phone 2 Pro. ഈ കഴിഞ്ഞ ദിവസം ഒരു 2 ആഴ്ച മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു മൊബൈൽ ഫോണാണ് CMF Phone 2 Pro. ഇത് നത്തിങ് ഫോണിൻ്റെ കീഴിൽ വരുന്ന ഒരു ബ്രാൻഡാണ്. അത് 18,999 രൂപയ്ക്കാണ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ മീഡിയാടെക്കിൻ്റെ ഡയമൻസിറ്റി 7300 Pro എന്നുള്ള പ്രൊസസ്സർ വരുന്നുണ്ട്. 6.77 AMOLED 120 ഹെർട്സിൻ്റെ റിഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ക്യാമറ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 MP രണ്ട് ക്യാമറകൾ വരുന്നുണ്ട്. അതിൻ്റെ പുറമെ 8 MP ക്യാമറയും വരുന്നുണ്ട്. ഫ്രണ്ടിലാണെങ്കിൽ 16 MP ക്യാമറയാണ് വരുന്നത്. ഇതിൽ ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററിയാണ് വരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും ഒരു ഓൾറൗണ്ട് പാക്കേജാണ്. ബാറ്ററി വെച്ച് നിർത്തിയാൽ ബാക്കി എല്ലാം കൊണ്ടും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് നത്തിങ് ഫോണിൻ്റെ ഈ CMF 2 Pro എന്നുള്ളത്. ഇതിൽ നത്തിങ് ഫോണ് അല്ലെങ്കിൽ CMF ആദ്യമായിട്ട് ഫോണിൻ്റെ കൂടെ 33 വാട്ടിൻ്റെ ചാർജർ കൊടുത്തിട്ടുണ്ട്. ടൈപ്പ് C ചാർജറാണ് കൊടുത്തിട്ടുള്ളത്. ടൈപ്പ് C കേബിളാണ് അതിൽ വരുന്നത്. പിന്നെ കേസ്, സിം ഇജക്ടർ ടൂള് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും വരുന്ന കളേഴ്സാണ് വൈറ്റ്, ബ്ലാക്ക്, ഓറഞ്ച്, ലൈറ്റ് ഗ്രീൻ, അങ്ങനെ 4 കളേഴ്സിൽ ഫോൺ വരുന്നുണ്ട്. ഫോൺ കാണുമ്പോൾ തന്നെ നല്ല ഡിസൈനാണ്. ഏറ്റവും നിങ്ങൾക്കൊരു ട്രെൻഡി ഡിസൈൻ. നമുക്കറിയാം നത്തിങ് ഫോൺ എല്ലാം ഒരു വെറൈറ്റി ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ഡിസൈനുള്ള ഒരു ഫോണാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ 20,000 രൂപയിൽ താഴെയുള്ളൊരു ഫോൺ കൂടിയാണ് ഇത്. ഇതിൻ്റെ മറ്റ് പ്രത്യേകത നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശം, ഇതിൽ മോണോ സ്പീക്കർ മാത്രമേ വരുന്നുള്ളൂ. സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. കമ്പനിക്ക് കൊടുക്കാമായിരുന്നു സ്റ്റീരിയോ സ്പീക്കേഴ്സ്. പക്ഷേ സോഫ്റ്റ്വെയറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ Android 15 OS ആണ് വരുന്നത്. 3 ഇയേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ്, അതായത് നിങ്ങൾക്ക് Android 18 വരെയൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റ്സ് ലഭിക്കും. പിന്നെ 6 ഇയേഴ്സിൻ്റെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കിട്ടുമെന്ന് കമ്പനി പറയുന്നുണ്ട്. ഇതൊരു 5G ഫോണാണ്. നിങ്ങൾക്ക് ഇത് ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ക്യാമറ വേണ്ടവർക്ക്, കുറച്ചൊക്കെ ഗെയിമിങ് കൂടുതലൊന്നും പറ്റില്ല, കുറച്ചൊരു ലെവലിൽ ഗെയിമിങ് കളിക്കാൻ പറ്റും. പിന്നെ ബാറ്ററി വലിയ രീതിയിലൊന്നും ഉണ്ടാവില്ല. ഒരു 5000 mAh മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഫാസ്റ്റ് ചാർജർ ആകെ 33 വാട്ട് മാത്രമേ വരുന്നുള്ളൂ. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളൊന്നും ഉള്ളവർക്ക്, അതായത് എന്ന് വെച്ചാൽ ഭയങ്കര ഹെവി യൂസും കാര്യങ്ങളൊന്നും ഉള്ളവർ ഇത് എടുക്കേണ്ടതില്ല. അത്യാവശ്യം ഒരു സ്റ്റാൻഡേർഡ് ഫോണ്, അത്യാവശ്യം നല്ല പ്രൈസിങ്ങിൽ നല്ല സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയൊരു ഓപ്ഷനാണ് ഈ നത്തിങ് ഫോണിൻ്റെ അല്ലെങ്കിൽ CMF 2 Pro എന്നുള്ള ഈ മോഡൽ. രണ്ടാമതായിട്ട് നിങ്ങളെ മുന്നിലേക്ക് വെക്കാനുള്ള മോഡലാണ് ഓപ്പോ K13 5G. ഓപ്പോയുടെ ഭാഗത്തുനിന്ന് ഏറ്റവും നല്ലൊരു ഫോൺ വന്നിരിക്കുകയാണ്. സാധാരണ ഓപ്പോ ആൾക്കാരെ പറ്റിക്കുന്ന രീതിയിൽ സ്റ്റോറുകൾ വഴിയാണ് ഫോണുകൾ ഇറക്കാറുള്ളത്. അതും വാല്യൂ ഫോർ മണി അല്ലാത്ത രീതിയിലുള്ള ഫോണുകളായിരുന്നു ഇറക്കിക്കൊണ്ടിരുന്നത്. എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ, അതായത് ഓപ്പോയുടെ ഭാഗത്തുനിന്നും K13 5G എന്നുള്ള പുതിയൊരു മോഡൽ എത്തിയിട്ടുണ്ട്. വാല്യൂ ഫോർ മണി ഫോൺ എത്തിയിട്ടുണ്ട്. ഇത് 17,999 രൂപയ്ക്കാണ് മാർക്കറ്റിൽ ലോഞ്ച് ആയിട്ടുള്ളത്. ഇതിൻ്റെ പ്രധാന പ്രത്യേകത ക്വാൾകോം സ്നാപ്ഡ്രാഗണിൻ്റെ 6 Gen 4 പ്രൊസസ്സർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ CMF ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതേ ലെവലിൽ അല്ലെങ്കിൽ വരുന്ന ഒരു പ്രൊസസ്സറാണ്. ഇതിൽ ഡിസ്പ്ലേ വരുന്നത് 6.67 ഇഞ്ചിൻ്റെ AMOLED 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന നല്ല അടിപൊളി ഡിസ്പ്ലേ തന്നെ കൊടുത്തിട്ടുണ്ട്. ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ശോകമാണ്. 2 ക്യാമറയാണ് വരുന്നത്. അതിൽ ബാക്കിൽ 50 MP ഒരു ക്യാമറയും പിന്നെ ഒരു പ്രഹസനം എന്നുള്ള രീതിയിൽ ഒരു 2 MP മറ്റൊരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 50 MP ക്യാമറ നോക്കിയാൽ മതി. ഫ്രണ്ടിലാവുന്ന സമയത്ത് 16 MP സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. എന്നാലും വലിയ CMFൻ്റെ ആ ലെവലിൽ എത്തില്ലെങ്കിലും കുഴപ്പമില്ലാത്ത ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റാണ് വരുന്നത്. പക്ഷേ ബാറ്ററി പറയുമ്പോൾ 2 days സുഖമായിട്ട് പോകുന്ന 5000 mAh അടിപൊളി ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത്. അതുമാത്രമോ 80 വാട്ടിൻ്റെ അടിപൊളി ചാർജറും കൊടുത്തിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ടും വരുന്ന കളേഴ്സ് IC പർപ്പിൾ, പ്രിസം ബ്ലാക്ക് എന്ന് 2 കളേഴ്സിൽ ഫോൺ വരുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ സ്റ്റോറുകൾ വഴി വാങ്ങാവുന്നതാണ്. 17,999 രൂപയാണ് പ്രൈസ് വരുന്നത്. പിന്നെ മെമ്മറിയെ കുറിച്ചിട്ട് പറയുന്ന സമയത്ത് സ്റ്റോറേജ് ടൈപ്പ് UFS 3.1 ആണ് നൽകിയിട്ടുള്ളത്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള CMF ഫോണിൽ UFS 2.2 എന്നുള്ള ഓൾഡ് വേർഷനാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ ഇതിൽ UFS 3.1 എന്നുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള UFS സ്റ്റോറേജ് ടൈപ്പ് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോൺ കൂടുതൽ എന്തായിരിക്കും, ഫാസ്റ്റ് ആയിരിക്കും എന്നുള്ളത്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡൗൺലോഡിങ് അപ്ലോഡിങ് സ്പീഡൊക്കെ വളരെ
സ്മൂത്തും ഫാസ്റ്റും ആയിരിക്കും. ഇതിൽ കണക്ടിവിറ്റിയുടെ കാര്യം പറയുന്ന സമയത്ത് 5G കണക്ടിവിറ്റി, 5G എല്ലാ ബാൻഡുകളും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കണക്ടിവിറ്റിയാണ് വരുന്നത്. ഇതിൽ NFC കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ CMF ഫോണിലാണെങ്കിൽ NFC കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇത് അതിനെക്കാട്ടൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ ഇതിൽ നല്ല സ്റ്റീരിയോ സ്പീക്കേഴ്സും വരുന്നുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ നിങ്ങൾ ഇത് ആർക്കൊക്കെ എടുക്കാമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ല ഗെയിമിംഗ് ആഗ്രഹിക്കുന്നവർക്ക്, പിന്നെ ഒരു 2 days ഒക്കെ ബാറ്ററി വേണ്ടവർക്കൊക്കെ എടുക്കാൻ പറ്റിയ മോഡലാണ് ഓപ്പോയുടെ ഈ K13 5G. സോ മിസ്സാക്കാതെ എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. ആകെ 17,999 രൂപ വരുന്നുള്ളൂ. ഇതിൻ്റെ 256 GB മോഡൽ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 19,999 രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. അങ്ങനെ നല്ലൊരു ഓപ്ഷനാണ് ഓപ്പോയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഈ ഫോണ്. അടുത്തതായിട്ട് നമുക്ക് തരാനുള്ള ഓപ്ഷനാണ് നത്തിങ് ഫോൺ 2A. 20,000 രൂപയിൽ ഏറ്റവും മികച്ച മറ്റൊരു ഫോണാണ് നത്തിങ് ഫോണിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ വന്നിട്ടുള്ള നത്തിങ് ഫോൺ 2A. ഇതിൽ വരുന്ന പ്രൊസസ്സർ MediaTek Dimensity 7200 Pro എന്നുള്ള പ്രൊസസ്സറാണ് വരുന്നത്. ഇതിൽ ഡിസ്പ്ലേ 6.7 AMOLED 120 Hz സപ്പോർട്ട് ചെയ്യുന്ന അടിപൊളി AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. ക്യാമറ വരുന്നത് ബാക്കിൽ ഡബിൾ ക്യാമറയാണ്. 50 MP യുടെ 2 ക്യാമറയും പിന്നെ ഫ്രണ്ടിലാണെങ്കിൽ 32 MP യുടെ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യം പറയുന്ന സമയത്ത് CMF അല്ലെങ്കിൽ നത്തിങ് ഫോൺ എല്ലാം 5000 mAh ബാറ്ററിയാണ് കൊടുക്കുന്നത്. സോ ബാറ്ററിയുടെ ഡിപ്പാർട്ട്മെൻറ്റ് വലിയ ടോപ്പൊന്നും ആയിരിക്കില്ല, എന്നാൽ ഒരു 1 day തികയുന്ന ബാറ്ററി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവുക. ഫോണിൻ്റെ കിറ്റിൽ വരുന്നത്, ബോക്സിൽ വരുന്നത് ഫോണ്, Type-C കേബിള്, സിം എജക്ടർ ടൂൾ എന്നിവയാണ്. ചാർജർ നിങ്ങൾ CMFൻ്റെ സെപ്പറേറ്റ് പൈസ കൊടുത്തിട്ട് വാങ്ങേണ്ടി വരും. പ്രധാനമായിട്ടും കളേഴ്സ് വരുന്നത് ബ്ലാക്ക്, വൈറ്റ്, മിൽക്ക്, ബ്ലൂ, അങ്ങനെ 4 കളേഴ്സിലാണ് വരുന്നത്. ഇതൊരു പഴയ ഫോണാണ്, എന്നാലും വാല്യൂ ഫോർ മണി ഫോൺ തന്നെയാണ്. 2024 മാർച്ചിൽ ഇറങ്ങിയിട്ടുള്ള ഫോണാണ്. ഇതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ 3A മാർക്കറ്റിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഇതൊരു പഴയ ഫോണാണ് നമുക്ക് പറയാം. ഇത് പ്രധാനമായിട്ടും 19,000 രൂപയ്ക്കാണ് മാർക്കറ്റിൽ ഇപ്പോൾ ലഭ്യമായിട്ടുള്ളത്. ഇത് ഫോണിൻ്റെ പ്രത്യേകത, ഫോണ് സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. MediaTekൻ്റെ Dimensity 7200 Pro എന്നുള്ള അടിപൊളി പ്രൊസസ്സർ തന്നെയാണ് വരുന്നത്. CMFൻ്റെ അതേ ലെവല്, അതിൽ 7300 Pro എന്നുള്ള പ്രൊസസ്സർ ആണെങ്കിൽ ഇതിൽ 7200 Pro എന്നുള്ള പ്രൊസസ്സറാണ് വരുന്നത്. എന്നാലും കുഴപ്പമില്ലാത്ത പ്രൊസസ്സർ തന്നെയാണ്. 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് കമ്പനി പ്രൊവൈഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട്. 4 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കമ്പനി കൊടുക്കുന്നതാണ്. ബാറ്ററി വരുന്നത് 5000 mAh ബാറ്ററിയാണ്. 45 വാട്ടിൻ്റെ ചാർജർ കമ്പനി കൊടുത്തിട്ടില്ല, അതിൻ്റെ കേബിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മെമ്മറി നോക്കുന്ന സമയത്ത് UFS 2.2 എന്നുള്ള സ്റ്റോറേജ് ടൈപ്പാണ് നൽകിയിട്ടുള്ളത്. CMFിലാണെങ്കിൽ UFS 2.2 എന്നുള്ള ഓൾഡ് സ്റ്റോറേജ് ടൈപ്പാണ് നൽകിയിട്ടുള്ളത്. റാം 8GB LPDDR4X റാം CMFിലാണെങ്കിലും ഇതിലാണെങ്കിലും ഇനി ഓപ്പോയുടെ K13 5Gയിലാണെങ്കിലും കൊടുത്തത് സെയിം റാം ഓപ്ഷൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നെറ്റ്വർക്ക് 5Gയുടെ എല്ലാ ബാൻഡുകൾ അവൈലബിൾ ആയിട്ടുള്ള നെറ്റ്വർക്കാണ് വരുന്നത്. ഇതിൽ കണക്ടിവിറ്റിയുടെ കാര്യം പറയുന്ന സമയത്ത് NFC കണക്ഷന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. എന്തായാലും നിങ്ങൾക്ക് നത്തിങ്ങിൻ്റെ ഭാഗത്തു നിന്നും ഏറ്റവും നല്ലൊരു ക്ലീൻ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എടുക്കാൻ പറ്റിയൊരു ഫോണാണിത്. ഇത് ആർക്കൊക്കെ സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത്യാവശ്യം നല്ലൊരു സ്റ്റാൻഡേർഡ് ഫോണ്, നല്ല സോഫ്റ്റ്വെയർ, നല്ലൊരു ക്ലീൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആഗ്രഹിക്കുന്നവർ, ബ്ലോട്ട്വെയർസും കാര്യങ്ങളൊന്നും ആഗ്രഹിക്കാത്തവർ, അങ്ങനെ അത്യാവശ്യം നല്ലൊരു ബ്രാൻഡിൻ്റെ ഫോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഒരു 1 day യൂസ്, ഒരു നോർമൽ യൂസ് ഉള്ളവർക്കൊക്കെ അത്യാവശ്യം നല്ല ക്യാമറയൊക്കെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് 20,000 രൂപയ്ക്ക് താഴെയുള്ള ഈ നത്തിങ് ഫോണിൻ്റെ 2A എന്നുള്ള മോഡൽ. എന്തായാലും ഇപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ ഏറ്റവും മികച്ച ഒരു 3 ഫോണുകളാണ് നമ്മളിപ്പോൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇതിൽ ഒരുപാട് ഫോണുകളൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ കുറേ കൂടി സജഷൻ തരുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ആവാനേ സാധ്യതയുള്ളൂ. ഇപ്പോൾ എടുക്കാൻ പറ്റിയതിൽ ഏറ്റവും മികച്ച ഫോണുകൾ മാത്രമേ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുവരേക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.